ധനുഷിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ ഇഡ്ലി കടയി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ധനുഷിന്റെ തിരുച്ചിത്രമമ്പലം എന്ന സിനിമയിൽ നായികയും കൂടിയാണ് സിനിമയിൽ വരുന്നത് കേന്ദ്ര കഥാപാത്രമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അരുൺ വിജയ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്നുണ്ട്, സത്യരാജ് എന്നിങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് സിനിമയിൽ ഭാഗമാകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇഡ്ലി കടയി സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഡേ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. നമ്മുടെ ഇഡ്ലി കടയി സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് തമിഴ്നാട് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 10 കോടിയാണ് നമ്മുടെ ഇഡ്ലി കടയി സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. 10,75,00,000. ഇനി നമ്മുടെ കർണാടക ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 1,20,00,000 നമ്മുടെ കർണാടക ബോക്സ് ഓഫീസിലെ ഇഡ്ലി കടയി എന്ന് പറഞ്ഞ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ തെലുങ്ക് സ്റ്റേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ 60 ലക്ഷമാണ് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് ഇഡ്ലി കടയ്ക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 25 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഓപ്പണിംഗ് ആയിട്ട്. ഇനി നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് ഒരു 10 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇഡ്ലി കട എന്ന സിനിമയ്ക്ക്. ഇനി സിനിമയുടെ ഓവർസീസ് ആണ്. ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 3,01,00,000 കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് നോക്കുമ്പോൾ 16 കോടിയാണ് സിനിമയുടെ ഓപ്പണിംഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്തൊരു ഓപ്പണിംഗ് ആണ് നമ്മുടെ ഇഡ്ലി കട എന്ന സിനിമയ്ക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ ധനുഷിന്റെ ഇഡ്ലി കട എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. എന്തായാലും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. പടം കണ്ടവരാണെങ്കിൽ എന്തായാലും കാത്തിരിക്കും നമുക്ക് ഇഡ്ലി കട എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.